റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ജനറേറ്റേഴ്സിൻ്റെയും അതിൻ്റെ റിലേഷൻസിൻ്റെയും ടേംസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മൾ ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളതിന് ഡിനോട്ട് ചെയ്യുക G = ഇന്നർ പ്രോഡക്റ്റ് XR എന്ന് പറയുന്ന ഫോമിലാണ്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് Z2ൽ നമ്മൾ ഇവിടെ ജനറേറ്ററായിട്ട് എസ്സിനെയും അതിൻ്റെ റിലേഷനായിട്ട് A² = E ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Z2 എന്ന് പറയുന്ന ഗ്രൂപ്പ് റെപ്രസെൻറ്റേഷനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് റിങ്സ് ഓഫ് പോളിനോമിയൽസ്? ഒരു ഫീൽഡിൽ എങ്ങനെയാണ് റിങ്സ് ഓഫ് പോളിനോമിയൽസ് ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഎഫിഷ്യൻസ് ഒക്കെ എഫിലും അതിൻ്റെ ഇൻഡിറ്റർമിനേറ്റ് എക്സും ആവുന്ന എല്ലാ പോളിനോമിയൽസിനെയും നമ്മൾ എന്ത് വിളിക്കുക, റിംഗ് ഓഫ് പോളിനോമിയൽസ്. റിംഗ് ഓഫ് പോളിനോമിയൽസ് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ് റിംഗ് ഓഫ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഉണ്ടാവുക, അതിൻ്റെ കോഎഫിഷ്യൻസ് ഫീൽഡിൽ എഫിനാണ് അതിൻ്റെ കോഎഫിഷ്യൻസ് ഉണ്ടാവുക. അതിൻ്റെ ഇൻഡിറ്റർമിനേറ്റ് എന്തായിരിക്കും, എക്സ് ആയിരിക്കും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക f(x) ആണ്. അതിലുള്ള ഓപ്പറേഷൻ എന്താ, പോളിനോമിയൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. പോളിനോമിയൽ റിങ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കാം അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, കമ്മ്യൂട്ടേറ്റിവിറ്റി, ഐഡൻറ്റിറ്റി, നോൺ സീറോ ഡിവൈസസ്, ഡിവിഷൻ അൽഗോരിതം, ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനുകളായിട്ടുള്ള എങ്ങനെയാണ് ഒരു പോളിനോമിയലിനെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുക ചോദിക്കാം. എങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക, നമ്മൾ ആദ്യം ആ പോളിനോമിയൽസിൻ്റെ റൂട്ടിനെ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ ഒരു ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് f(x) = x² - 5x + 6. ഇതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്, 2ഉം 3ഉം. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതുക. ഫംഗ്ഷൻ സ്പെസിഫിക് ആയിട്ട് ഒരു റിയലിലോ കോംപ്ലക്സിലോ അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയലിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, വേറൊരു എക്സാമ്പിളും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കോംപ്ലക്സിലാണ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിലോ x² + 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അതിൻ്റെ റൂട്ട് നമുക്കറിയാം, അതിനെ നമുക്ക് x - i x + i എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. ഇനി നോൺ കമ്മ്യൂട്ടേറ്റീവിൻ്റെ ഭാഗത്ത് അതിൻ്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, MNFും ക്വാട്ടർനിയോൺസും. അപ്പോൾ MNF എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമ്മളൊരു ഫീൽഡ് എഫിൽ ഒരു n/n മെട്രിക്സിൻ്റെ സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയാൻ കാരണം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആവില്ല. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ അഡീഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്, മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. പക്ഷേ നമ്മുടെ MNF മൾട്ടിപ്ലിക്കേഷന് കമ്മ്യൂട്ടേറ്റീവ് ആവുന്നില്ല. അതേപോലെ ഒരു എക്സാമ്പിളാണ് ക്വാട്ടർനിയോൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റിങ്സിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ആൾജിബ്രായിക് സിസ്റ്റംസ്, ഇപ്പോൾ മെട്രിക്സ് റിങ്സ്, ഓപ്പറേറ്റർ ആൾജിബ്രാസ് പോലത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ആൾജിബ്രായിക് സിസ്റ്റംസിനെ നമുക്കത് ആ ഒരു റിങ്സിൻ്റെ കൺസെപ്റ്റിലേക്ക് സ്ട്രക്ചറിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചറിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആൾജിബ്രായിക് സിസ്റ്റത്തിനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ വലിയൊരു സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത്. ഹോമോമോർഫിസം ആൻഡ് ഫാക്ടറിങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളോട് റിംഗ് ഹോമോമോർഫിസം എന്താണെന്ന് ചോദിക്കാം. റിംഗ് ഹോമോമോർഫിസം എന്താണ്, നമ്മൾ 2 റിംഗ് എടുക്കുന്നു, R-ഉം S-ഉം. Rൽ നിന്ന് S-ലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് φ എന്ന് പറയുന്നത്. ഇതിനെ റിംഗ് ഹോമോമോർഫിസം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റിംഗ് ഓപ്പറേഷൻസ് പ്രിസർവ് ചെയ്യണം. റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ, 2 ഓപ്പറേഷൻ ഉണ്ട്. ഒന്ന് φ(a + b) എന്ന് പറയുന്നത് φ(a + φ(b) ആയിരിക്കണം. അതേപോലെ φ(ab) എന്തായിരിക്കണം, φ(a φ(b) ആയിരിക്കണം. ഇനി അവിടെ S-നും R-നും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ φ(1r) എന്തിന് ഈക്വൽ ആയിരിക്കും, φ(1s)ന്. ഇനി എന്താണ് ഫാക്ടറിങ് എന്ന് ചോദിക്കാം. ഫാക്ടർ ഗ്രൂപ്പ് നമുക്കറിയാം. ഫാക്ടർ ഗ്രൂപ്പിനെ നമ്മൾ G/n എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ G എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, N എന്ന് പറയുന്നത് അതിൻ്റെ നോർമൽ സബ് ഗ്രൂപ്പാണ്. ഇവിടെ R/a എന്നാണ് പറയുന്നത്. R എന്ന് പറയുന്നത് റിംഗ് ആണ്, I എന്ന് പറയുന്നത് ഐഡിയൽ ആണ്. ഇതിൽ R/aയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് Iൻ്റെ കൊസറ്റുകളായിരിക്കും. അവിടെ ഒരു റിംഗ് ഓപ്പറേഷനും ഉണ്ടാവും. ഇനി ഫാക്ടർ റിങ്ങിനെ നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, റിംഗ് ആയിട്ട് Z-നെ എടുക്കുക, ഐഡിയലായിട്ട് 2Z-നെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ റിങ് Z/2Z എലമെൻറ്റ്സിനെ 2 കൊസറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. 0, 2, 4 എക്സെട്ര അങ്ങനെ ഒരു കൊസറ്റും 1, 3, 5 അങ്ങനെയുള്ള കൊസറ്റും. ഇനി നോക്കിയേ, ഇതിനെയൊക്കെ നമ്മൾ Z2ലുള്ള 0, 1 എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇനി നിങ്ങളോട് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ഫോർ റിങ്സ് എന്താണെന്ന് ചോദിക്കാം. അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമില്ലേ, നമ്മൾ G/കേർണൽ ഓഫ് φ എന്ന് പറയുന്നത് ഇമേജ് ഓഫ് φക്ക് ഐസോമോർഫിക് ആണെന്നുള്ളത് ഫൈലോപ്പി തിയറത്തിൽ. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ G അല്ല, R എന്ന് പറയുന്ന റിംഗ് ആണ്. R എന്ന് പറഞ്ഞ റിംഗിന് S എന്ന് പറഞ്ഞ റിങ്ങിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് φ എന്ന് പറയുന്നത്. അതൊരു ഹോമോമോർഫിസ് ആണ്. അവിടെ R/കേർണൽ ഓഫ് φ എന്ന് പറയുന്നത് ഇമേജ് ഓഫ് φക്ക് ഐസോമോർഫിക് ആണ്.